രണ്ട് ചിത്രങ്ങളുടെ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴയൊക്കെയാണല്ലേ. അപ്പം ബിലായത്ത് ബുദ്ധ, എക്കോ എന്ന് രണ്ട് ചിത്രങ്ങൾ. ബിലായത്ത് ബുദ്ധയെ പറ്റി നമ്മൾ പറയുമ്പം റിലീസിന് മുമ്പ് ഭയങ്കര ഹൈപ്പ് നേടിയ ചിത്രമാണ്. പ്രത്യേകിച്ച് പൃഥ്വിരാജിൻ്റെ അടുത്തിടെ ഇറങ്ങിയ രണ്ട് ചിത്രങ്ങൾ വമ്പൻ ഹിറ്റുകളായിരുന്നു. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം പൃഥ്വിരാജ് അഭിനയിക്കുന്നൊരു ചിത്രം, അതുപോലെ ഇന്ദു ഗോവൻ്റെ കഥ, പിന്നെ ജയനമ്പ്യാർ സംവിധാനം, എല്ലാം കൊണ്ടും മികച്ചൊരു പ്രതികരണം കിട്ടുമെന്ന് തന്നെയൊക്കെയായിരുന്നു പ്രതീക്ഷിച്ചത്. അതുപോലെ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ എല്ലാവർക്കും വളരെ പ്രതീക്ഷ ഉണർത്തിയ ചിത്രമായിരുന്നു. തിയേറ്ററിൽ ഒരുപക്ഷെ വമ്പെ പരാജയപ്പെടുന്ന കാഴ്ച വരും ദിവസങ്ങളിൽ കാണാൻ പറ്റും എന്ന് തന്നെയാണ് തോന്നുന്നത്. ആദ്യ ദിവസം 1,75,00,000 രൂപ കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്ത ഈ ചിത്രം രണ്ടാമത്തെ ദിവസം കേരളത്തിൽ നിന്ന് 1 കോടി രൂപയിലേക്ക് കുറയുന്നു. മൂന്നാമത്തെ ദിവസം ഒരു മേഖ ട്രെൻഡിൽ നിന്ന് മാറുന്നു. 24 മണിക്കൂർ ട്രെൻഡിങ്ങിൽ 14,550 ടിക്കറ്റ് മാത്രമേ ഞായറാഴ്ച വിറ്റുപോകുന്നുള്ളൂ എന്നുള്ളതും ദുഃഖകരമായൊരു സംഗതി തന്നെ. ദിവസം കൊണ്ട് ഈ ചിത്രം കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്ത് 2,75,00,000 ആണെങ്കിൽ ഇന്ത്യ ഗ്രോഫായിട്ട് കാണിക്കുന്നത് വെറും 3,10,00,000 രൂപയാണ്. വേൾഡ് വൈഡ് കളക്ഷൻ കൃത്യമായിട്ട് പുറത്തു വന്നിട്ടില്ല. എന്നാലും എല്ലാം കൂടെ ആയാലും ഒരു 4.5-5 കോടി റേഞ്ചിലേക്ക്, 5 കോടി കിട്ടിയാൽ തന്നെ ഭയങ്കര ഭാഗ്യം എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ഇന്നും എനിക്ക് തോന്നുന്നു ഇന്നലത്തേനേക്കാൾ കളക്ഷൻ കുറയാനുള്ള സാധ്യത ഇന്ന് കാണുന്നുണ്ട്. തികഞ്ഞ ഒരു പരാജയത്തിലേക്ക് ചിത്രം മാറുന്നു. പ്രത്യേകിച്ച് നമ്മളിത് പറയാനുള്ള കാരണം ഞായറാഴ്ച ദിവസമാണ്. ഹോളിഡേ ദിവസം മിക്കവാറും എല്ലാ ചിത്രങ്ങളും, പരാജയപ്പെടുന്ന ചിത്രങ്ങൾക്ക് വരെ വമ്പൻ കളക്ഷൻ നേടുന്ന, ശനിയാഴ്ചത്തേക്കാളൊക്കെ കളക്ഷൻ നേടുന്ന ദിവസമാണ്. പക്ഷേ ഇതിനെന്തോ ഒരു ഹൈപ്പും ടിക്കറ്റ് വിൽപ്പനയൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതാണ് ഒരു വർക്കിംഗ് ഡേ അല്ലാഞ്ഞിട്ട് പോലും വമ്പൻ പരാജയം നേരിടുന്നെങ്കിൽ അതൊരു പക്ഷേ തിങ്കളാഴ്ച ഇതിനും വലിയ പരാജയത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്. മലയാള സിനിമയിലെ ഇപ്പോൾ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ വിജയിക്കുന്ന ചിത്രങ്ങൾ വലിയ ഹൈപ്പിലേക്ക് പോവുകയും പരാജയപ്പെടുന്ന ചിത്രങ്ങൾ വമ്പൻ പരാജയമാകുന്ന ഒരു കാഴ്ച നമ്മൾ കുറച്ച് ദിവസമായിട്ട് കാണുന്നു, കുറച്ച് നാളായിട്ട് കാണുന്നുണ്ട്. മറ്റൊരു ഉദാഹരണമാണ് കാന്ത എന്ന ചിത്രം. പോസിറ്റീവ് അഭിപ്രായങ്ങളൊക്കെ നേടിയെങ്കിലും ആ ചിത്രത്തിൻ്റെ ദൈർഘ്യവും ഒരു പ്രധാന ഘടകമായി പരാജയത്തിലേക്ക് നയിക്കുന്നതിന്. അതുപോലെ തന്നെ ഇതും ഒരു വമ്പൻ പരാജയമാകാനുള്ള ഒരു കാരണമായിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ ദൈർഘ്യം തന്നെയാണ്. എന്തായാലും കാന്ത വൈകിയെങ്കിലും അവർ ദൈർഘ്യം കുറയ്ക്കുന്നതായിട്ടും കണ്ടു. അതിന് ഗുണം ചെയ്യുമോ എന്നുള്ളതും നമുക്കറിയില്ല. മറ്റൊരു ചിത്രമാണ് പ്രതി നായകനായ ചിത്രമാണ് എക്കോ. എക്കോ എന്ന ചിത്രം വമ്പം പ്രതീക്ഷ ഉണർത്തിയ ചിത്രം തന്നെയായിരുന്നു. കാരണം കിഷ്കിന്ധകാന്ഡൻ ടീം ഒന്നിക്കുമ്പോൾ നമുക്ക് അതിലുപരി ഒരു വമ്പൻ ചിത്രം, അതേപോലെയുള്ളൊരു ചിത്രമെങ്കിലും പ്രതീക്ഷിച്ചാണ് പോയത്. പക്ഷേ അതിനേക്കാൾ ഒരുപടി മുമ്പിൽ നിൽക്കുന്ന ഒരു ചിത്രമാണ് എക്കോ നമുക്ക് തോന്നിയത്. അതുപോലെ വിനീത്, അശോകൻ, വിനു പപ്പൻ, നരേൻ എന്നു വേണ്ട എല്ലാവരും മികച്ച അഭിനയം കാഴ്ചവെച്ച ചിത്രം വമ്പൻ കളക്ഷനിലേക്ക് നീങ്ങുന്നു. ആദ്യ ദിനം 75,00,000 രൂപയാണ് ഈ ചിത്രം നേടിയെങ്കിൽ രണ്ടാമത്തെ ദിവസം 1,75,00,000 രൂപയൊക്കെ കേരള കളക്ഷൻ മാറുന്നു. മൂന്നാമത്തെ ദിവസം എനിക്ക് തോന്നുന്നു അത് 2-2.5 കോടിയിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അതിന് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് പ്രീസെയിൽ ഇനത്തിൽ തന്നെ ഇപ്പോൾ 75,00,000 രൂപ വന്നിട്ടുണ്ട്. വമ്പൻ കളക്ഷൻ തന്നെ ഇന്ന് നേടും എന്ന് ഉറപ്പാക്കാം. കാരണം ആദ്യ 2 ദിവസം കൊണ്ട് 2.5 കോടി നേടിയ ചിത്രം ഒരുപക്ഷെ ഞായറാഴ്ച മാത്രമായി 2.5 കോടി നേടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ 3 ദിവസം കൊണ്ട് ഇത് കേരളത്തിൽ നിന്ന് 4-5 കോടി നേടാനുള്ള സാധ്യതയാണ് കാണുന്നത്. വേൾഡ് വൈഡ് കളക്ഷൻ ഇതിൻ്റെ കൃത്യമായിട്ട് പുറത്തു വന്നിട്ടില്ല. 2 ദിവസത്തെ ഇന്ത്യ ഗ്രോഫായിട്ട് കാണിക്കുന്ന 2,95,00,000 രൂപയാണ്. അവിടെയും മികച്ച പ്രതികരണം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് വമ്പൻ വിജയത്തിലേക്ക് ചിത്രം നീങ്ങും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എല്ലാ ചിത്രങ്ങളും വിജയിക്കട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ പ്രേക്ഷകർ കണ്ട് ഇഷ്ടപ്പെടുകയും കൂടെ ചെയ്യണ്ടായി അല്ലേ. അങ്ങനെ ബിലായത്ത് ബുദ്ധ എന്ന ചിത്രത്തെ മലർത്തിയടിച്ച് എക്കോ എന്ന ചിത്രം വമ്പൻ കുതിപ്പാണ് നേടുന്നത്. ഞായറാഴ്ച ദിവസത്തെ ടിക്കറ്റ് വിൽപ്പന എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ടിക്കറ്റ് വിൽപ്പനയാണ്. കാരണം ചില സമയത്ത് 8,000-7,000 ടിക്കറ്റൊക്കെ വിറ്റ് പോകുന്നുണ്ടായിരുന്നു. ആ രീതിയിൽ തന്നെ ഇന്ന് വമ്പം കളക്ഷൻ നേടും എന്ന് തന്നെ നമ്മൾ കരുതുന്നുണ്ട്. സിനിമയുമായിട്ട് ബന്ധപ്പെട്ട പുതിയ വാർത്തകൾക്കും വിശേഷങ്ങളുമായിട്ട് നമ്മുടെ ചാനൽ ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കുക.
സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതൊക്കെയാണല്ലോ ഇതിൻ്റെ ഒരു ഇതൊക്കെ പറഞ്ഞു നിർത്തണമെന്നാണ് ഞാൻ സാധാരണ പറയാറില്ല. ഏതായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ.